നമുക്കിപ്പോൾ ഈ ഒരു സ്റ്റെയറിൻ്റെ ഒരു കവറിങ് കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്. നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഇവിടം വരെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഒരു ഡോർ കൊടുക്കുന്നു, 2 ഡോറ്, പിന്നെ ഇവിടെയും കൂടെ ഒരു ഡോർ കൊടുത്തിട്ട് ബാക്കി അങ്ങോട്ട് ഫിക്സ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ബാലൻസ് പോർഷൻ പ്ലാസ്റ്റർ ചെയ്ത് ക്ലിയർ ചെയ്യാനുണ്ട്. അപ്പോൾ എന്തായാലും ഇനി വർക്ക് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്തു. ഈ ഒരു ലെവലിൽ ഈ സാധനം കംപ്ലീറ്റ് ചെയ്ത് കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ആദ്യത്തെ പോർഷൻ കണ്ടായിരുന്നല്ലോ. ഇവിടെ ഫുള്ള് ഈ ഒരു പോർഷൻ നമ്മളൊരു സ്റ്റോറേജ് സ്പേസ് ആയിട്ടാണ് സെറ്റ് ചെയ്തത്. ഇവിടെ അത്യാവശ്യം നല്ല സ്റ്റോറേജ് കിട്ടുന്ന രീതിയിൽ ഇവിടെ ഒരു 3 ഡോർ കൊടുത്ത് സെറ്റ് ചെയ്തു. ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ഫിക്സഡ് ആക്കി. പിന്നെ ഇവിടെ ഒരു ചെറിയ സ്പേസ് ഉണ്ടായിരുന്നു, അതൊരു ഓപ്പൺ ഷെൽഫായിട്ട് അങ്ങനെ ഒരു ലൈറ്റൊക്കെ കൊടുത്ത് അങ്ങനെ സെറ്റ് ചെയ്തു. ഇവിടെയും ആവശ്യത്തിന് ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഇത് കസ്റ്റമർ ആദ്യം ഈ ഒരു ലെവലിൽ ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇത് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഈ ഒരു പോർഷൻ കൂടെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ ഒരു പാനലിംഗ് ഒക്കെ കൊടുത്തു, ഇവിടെ ഇത് കൊടുത്തു, ഇവിടെ സീലിംഗ് കൊടുത്തു, ഇവിടെയും ഒരു പാനലിംഗ് എടുത്ത് ക്ലോസ് ചെയ്തു. ഇതിൻ്റെ മുകളിലേക്കുള്ള പോർഷൻ പ്ലാസ്റ്റർ ചെയ്ത് ക്ലിയർ ചെയ്യുക ചെയ്തത്. അപ്പോൾ ഈ നേരെ കാണുന്നൊരു പോർഷനാണ് നമ്മൾ ഫിനിഷ് ചെയ്തത്. ഇത് നമ്മൾ മെറ്റീരിയൽ സൈഡ് നോക്കുവാണെങ്കിൽ ഇതൊരു HDHMR-ലും പ്രീലാമിനേറ്റഡ് ബോർഡിലാണ് ഈ ഒരു പോർഷനൊക്കെ ചെയ്തേക്കുന്നത്. ഇതെല്ലാം ചെയ്തേക്കുന്നത് അതിലാണ് ബാൻഡ് ചെയ്ത് അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. ഈ ഡോറുകൾ മാത്രം പ്ലൈവുഡിലും മൈക്ക വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ലെവലിലാണ് കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വർക്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ സജഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വീഡിയോസ് നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു.